ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ബിരിയാണി ഓരോരാളും ഓരോരോ രീതിയിലാണ് ആക്കുന്നത്. ഇതാ ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി, ജീരകം, കുരുമുളക് ഇവയെല്ലാം നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ ഉള്ളി, ഇത് കഴുകി വെച്ച ചിക്കൻ, അതിലേക്ക് അരച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ അത് ഇടാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, പിന്നെ ബിരിയാണി മസാല, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇതെല്ലാം ഇട്ട് ഇത് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് നന്നായിട്ട് മസാല എല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്താ ഞാനിവിടെ 15 മിനിറ്റാണ് വെച്ചത്. കണ്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതാ ഉള്ളി നന്നായിട്ട് നല്ല രീതിയിൽ ഫ്രൈ ആക്കി. അങ്ങനെ ഉള്ളി നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പക്ഷേ ഈ ഉള്ളി നല്ല ഫ്രൈ ആയിട്ട് ആയിട്ടാണ് ക്രിപ്സി ആയി കിട്ടിയിട്ടാണ് നമുക്ക്. അത് പുതിയ ഉള്ളി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ ഈ മസാല പറ്റി വെച്ച ചിക്കൻ പീസസ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കാം. തനിമ അരിയാണ് ഞാൻ എടുത്തത്. വെള്ളം തിളക്കുമ്പോൾ ജീരകമൊക്കെ ഇട്ട് അരി പകുതി വേവിച്ച് എടുക്കാം. ഇനി നമുക്ക് ചിക്കന് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ സ്പൈസസൊക്കെ ഇടാം. പിന്നെ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച ഇതുണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതും കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ ബിരിയാണി മസാല, ഗരം മസാല, ഇതൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തൈര് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല തൈരൊന്നും. വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഓരെപ്പോഴും പറയലുണ്ട് എന്നോട്, നീ ഒന്ന് വീഡിയോ ഇട്ട് തരണം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത്. പിന്നെ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനിത് എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ചെയ്തത്. മസാലയ്ക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇടാം. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിൽ എണ്ണ പിടിക്കാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ ചിക്കൻ മസാല കുറച്ച് ഇതിലേക്കിട്ട് പകുതി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില ഇടാം. പകുതി വെന്ത ചോറാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. നല്ല രീതിയിൽ ചോറ് എല്ലാ ഭാഗത്തേക്കും വന്ന പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് എല്ലാ സൈഡിലോട്ടും ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതുപോലെ. എന്നിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കാം. അതിൽ ബാക്കി വെച്ച മസാലയില്ലേ ചിക്കൻ്റെ, അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ചിക്കൻ മസാല ചിക്കൻ മസാല ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡിലോട്ടാക്കാം. വീണ്ടും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി എൻ്റെ മുകളിലേക്ക് ഇടാം. എല്ലാ ഭാഗത്തേക്ക് ഇട്ടിട്ട് വീണ്ടും ചോറും എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളി ഇടാം, മല്ലിയില ഇടാം. നമുക്ക് ദം ചെയ്യാം. ഇങ്ങനെ അടിച്ച് വെക്കാം. ഒരു സ്ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് ദമ്മെടുക്കാം. കണ്ടോ, നല്ല ചോറ് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മസാലയും
എല്ലാം നെയ്യും എല്ലാം മിക്സായിട്ട് ഇതുപോലെ ഉണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്താ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്താ കണ്ട നല്ല ദം ബിരിയാണി റെഡി. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും നന്നായിട്ട് കഴിച്ച്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ എന്നോട് ചോദിച്ചവരും കൂടി എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.